ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ദിവസം പോളിട്ട്, ഇന്നലെ അല്ല ശരിക്കും ഇന്ന് തന്നെ പോളിട്ടത്, ഞാൻ രാത്രി ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പോളിട്ടിട്ട് അതിൽ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇതുവരെ വോട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ചാലഞ്ച് അല്ല, പ്ലാൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം നമുക്കിപ്പം ഈ വീഡിയോ ഞാൻ ഇടുന്ന ദിവസം ഫെബ്രുവരി 1 ജനുവരി എങ്ങനെ കടന്നു പോയെന്ന് പോലും എനിക്കറിയത്തില്ല. പെട്ടെന്നല്ലോ ജനുവരി തീർന്നത്. കാരണം നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ എക്സാം ആണെങ്കിലും ക്രിസ്മസ് എക്സാം അങ്ങോട്ട് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങി, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ജനുവരി 31 ദിവസം ഇങ്ങനെ ട്രെയിൻ പോകുന്നോട്ട് ഷുറന്ന് പോയി. അപ്പോൾ നാളെ, അതായത് ഞാൻ ഇടുന്ന ദിവസം ഫെബ്രുവരി 1 17-ാം തീയതി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും മോഡൽ എക്സാം തുടങ്ങും. +1 ആണെങ്കിലും +2 ആയാലും. 10th കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. +1 +2 എന്തായാലും മോഡൽ എക്സാം 17-ാം തീയതി തുടങ്ങും. ഇപ്പം എനിക്കിപ്പോൾ ഇനി 2 പ്രാക്ടിക്കലൂടെ ഉണ്ട്. മാത്സിൻ്റെ ബോട്ടണിയുടെ പ്രാക്ടിക്കലുണ്ട്. മുക്കാലും പേർക്ക് പ്രാക്ടിക്കലൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞ് കാണും, നേരത്തെ തീർത്ത് കാണും. അപ്പം ഞാനൊരു മോഡലിനെ പറ്റിയിട്ട് പറയാം. +1കാരുടെ ടൈം ടേബിൾ ആദ്യം പറയാം. 17-ാം തീയതി ഹിന്ദിയും ഇംഗ്ലീഷുമാണ് അവർക്ക്. 18-ാം തീയതി കെമിസ്ട്രി ബയോളജി, 20-ാം തീയതി ഫിസിക്സ്, 21-ാം തീയതി മാത്സ്. പിന്നെ +2കാർക്ക് നമുക്ക് 17-ന് ഫിസിക്സ്, 18-ന് മാത്സ്, 19-ന് ബയോളജി, 20-ന് ഇംഗ്ലീഷും ഹിന്ദിയും, 21-ന് കെമിസ്ട്രി. രണ്ടും കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു പ്ലാൻ ഇടാമെന്ന് വിചാരിച്ചത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ, മുക്കാലും പേരും പഠിച്ചു തുടങ്ങാത്തവരായിരിക്കും. പക്ഷേ ഏറെക്കുറെ പേരൊക്കെ മുക്കാലും തീർത്ത് ആ ലാസ്റ്റ് ചാപ്റ്റേഴ്സിന് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ഈ ജനുവരി ലാസ്റ്റ് വീക്ക് ആയപ്പം എൻ്റെ പ്രാക്ടിക്കൽ ഇനി 2 കൂടെ ഉള്ളൂ. എനിക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടി. ആ സമയത്ത് ഞാൻ ലാസ്റ്റ് എനിക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് തീർക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 16 ദിവസം നമുക്ക് 17-ാം തീയതി കൂട്ടാൻ പറ്റത്തില്ല. കാരണം തലേന്നുള്ള 16-ാം തീയതി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള 15-ാം തീയതി വരെ കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്ന പ്ലാൻ പറയുന്നേ ഇല്ല. കാരണം ഞാൻ മിക്കവാറും ഇംഗ്ലീഷും ഹിന്ദി നോക്കുന്ന തലേത്തെ ദിവസം തന്നെ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഗൈഡ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അത് വായിച്ചു നോക്കും. പ്രത്യേകിച്ച് ഒരു ദിവസം ഫുൾ എടുത്ത് പഠിക്കാറൊന്നുമില്ല. തലേന്ന് തന്നെയാണ് മിക്കവാറും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു 15 ദിവസം, 16-ാം തീയതി നമുക്ക് കൂട്ടണ്ട, തലേന്ന് ഒരു ദിവസം നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ വേണമല്ലോ. ഈ 15 ദിവസം ഒന്നും പഠിക്കാത്തവർക്കും കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കുമായിട്ട് വേണ്ടിയിട്ടൊരു പ്ലാൻ പറയാം. നമുക്കിപ്പോൾ ഈ 15 ദിവസത്തെ നമുക്ക് ഈ മെയിൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണുള്ളത്. ബോട്ടണി, സുവോളജി ഒന്നാക്കി കഴിഞ്ഞാൽ 4 എണ്ണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ മാത്സ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ളത് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നമുക്കിപ്പം +2-നെ സംബന്ധിച്ച് എനിക്കൊന്ന് മാത്സ് ആയിരിക്കും. കാരണം മാത്സിലാണ് കാൽക്കുലസിൻ്റെ ചാപ്റ്റേഴ്സ് ഒരുപാടുള്ളത്. ഇൻ്റഗ്രേഷൻ ആണെങ്കിലും ഡിഫറൻസിയേഷൻ ആണെങ്കിലും പിന്നെ വെക്ടർ, എനിക്ക് വെക്ടർ കുറച്ച് പാടായിരുന്നു. അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് പഠിച്ച് തീർത്തു. ഒരു പ്രോബബിലിറ്റി ആണെങ്കിലും അതിനകത്തെ നമ്മുടെ ആ ഒരു വേർഡ് പ്രോബ്ലംസ് വരത്തില്ലേ, അതും എനിക്ക് കുറച്ച് പാടായിരുന്നു. അതും ഒരു വിധത്തിൽ എന്നിരുന്ന് തീർത്തു. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2-3 ദിവസം എടുത്ത് ഒരു സബ്ജക്റ്റ് ഫുള്ള് തീർക്കുക. എന്നിട്ട് ഒരു ദിവസം എക്സ്ട്രാ എടുത്തിട്ട് അതിൻ്റെ ഫുൾ PYQ, അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, +ന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പം ഈ 15 ദിവസത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 12-ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. 15-ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 3.5 ദിവസം എടുക്കാം. ഒരു 3.5 ദിവസമാണ് നിങ്ങൾക്ക് ഇനി ഈച്ച് സബ്ജക്റ്റ് പഠിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പം 16-ാം തീയതി നമ്മൾ വെറുതെ വിടുന്നുണ്ടോ 3 ദിവസം, 16-ാം തീയതിയും കൂടെ കൂട്ടുകയാണെങ്കിൽ ഈച്ച് സബ്ജക്റ്റിന് നിങ്ങൾക്ക് 4 ദിവസം കിട്ടും. 4 സബ്ജക്റ്റ് ആകുമ്പോൾ 4 ദിവസം നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ 15 വരെയുള്ളതേ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ വിചാരിക്കുന്ന ഈ 1, 2, 3 തീയതികൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി, 4, 5, 6 തീയതികൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി, 7, 8, 9 തീയതികൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി, 10, 11, 12 തീയതി ഒരു സബ്ജക്റ്റിന് വേണ്ടി. പിന്നെ ബാക്കി 3 ദിവസം ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാമെന്ന്. എനിക്കിപ്പം ക്ലിയർ ആവാതെ കിടക്കുന്ന ആ ലാസ്റ്റിലോട്ടുള്ള സെക്കൻഡ് ടൈം പോർഷൻസ് കഴിഞ്ഞിട്ടുള്ള ആ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, അതാണ് ആ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചതൊക്കെ കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഓർമ്മയുണ്ട്, ഓർത്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നിൽക്കുക. ഇപ്പം മാത്സ് ആണ് ഇതിലെ വില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മാത്സിനാണെങ്കിൽ കുറച്ച് ഇതായിട്ട് കിടക്കുക. ഞാനതുകൊണ്ട് മാത്സ് ആണ് ആദ്യമേ ക്ലിയർ ചെയ്ത് തീർക്കുന്നത്. ഇന്നിപ്പം ഞാൻ പ്രോബബിലിറ്റി നോക്കി, ഇന്നലെ വെക്ടർ നോക്കി. ഈ 3 ദിവസം 1, 2, 3 തീയതികൾ കൊണ്ട് എനിക്ക് മാത്സ് മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പറ്റുവാണെങ്കിൽ അതിനുള്ളിൽ തന്നെ PYQ ഒക്കെ ചെയ്ത് തീർക്കണം. ഞാൻ ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചത് ഒരു ഫുൾ ഡേ എടുത്തിട്ടാണ്. കാരണം എങ്ങനെ സമയം പോകുന്നൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടം പോലെ ആ ഒരു 2 ചാപ്റ്ററിൽ എനിക്ക് പഠിക്കാനുള്ളതാ തോന്നി. അപ്പം ഞാൻ 1, 2, 3 തീയതികൾ മാത്സ് പഠിക്കാൻ വേണ്ടി എടുക്കും.
4, 5, 6 ഫിസിക്സ് പഠിക്കാൻ എടുക്കും. പിന്നെ 7, 8, 9 കെമിസ്ട്രിക്ക് എടുക്കും. കാരണം ഞാൻ അതിനകത്ത് അമൈൻസ് ആണെങ്കിലും ഹൈഡ്രോ കാർബൺ കഴിഞ്ഞ വർഷത്തെയാണ്, സോറി, മറ്റേ ഹാലോ ആൽക്കെയിൻസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം പഠിച്ച ആൽക്കഹോൾസും. എനിക്ക് അതിനകത്തിൽ കുറച്ച് പാടായിട്ട് തോന്നിയ ആൽഡിഹൈഡ്സാണ്. അതിനി നോക്കണം. ബയോമോളിക്യൂൾസ് ഞാൻ തൊട്ടിട്ടില്ല, അപ്പോൾ അത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ 3 ദിവസം. പിന്നെ ആദ്യത്തെ ആ ഒരു കെമിസ്ട്രി എനിക്ക് അത്ര താല്പര്യമുള്ള സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ ഒക്കെ ഞാൻ ഫുള്ള് മറന്നുപോയി. അപ്പോൾ അതെല്ലാം പഠിക്കണം. എനിക്ക് ആകപ്പാടെ കെമിസ്ട്രിയിൽ ആദ്യത്തെ ഇതിൽ ഓർമ്മയുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗം, സൊല്യൂഷൻസ് മാത്രം. ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. കെമിക്കൽ കൈനറ്റിക്സ് ആണെങ്കിലും D&F ബ്ലോക്ക് ആണെങ്കിലും കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെങ്കിലും അതിൽ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ആദ്യം തൊട്ട് പഠിച്ചെടുക്കണം. പിന്നെ അടുത്ത 3 ദിവസം ഞാൻ ബയോളജിക്കാണ് കൊടുക്കുന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് ബയോളജി എന്ന് പറയുന്നത്. എനിക്ക് ബയോളജി, ബയോടെക്നോളജി ഇത്രയും ദിവസം ഞാൻ നോക്കിയിട്ടും എനിക്ക് ബയോടെക്നോളജി ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം കളയണം. സുവോളജി, ബോട്ടണി അതിലാണെങ്കിൽ എനിക്ക് വലിയ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മോളിക്കുലർ ബേസിസ് ആണെങ്കിൽ ഞാൻ അന്ന് പഠിച്ചതാണ്. പക്ഷേ അത് ഒരു സൈഡിൽ നിന്ന് മറന്നുപോയി. ഇത് തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും എല്ലാവരുടെയും പ്രശ്നം, മറന്നു പോവുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് പഠിച്ചതെല്ലാം ഞാൻ 2-3 ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് പഠിച്ചത്. ഞാൻ എൻ്റെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മെയിനായിട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ റിയാക്ഷൻ ഒരു ഫുൾ ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ നോക്കരുത്. അതിനെ ഒരു 2-3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ആൽഡിഹൈഡ് ആണെങ്കിൽ ഞാൻ ഹാഫ് വീതം ഡിവൈഡ് ചെയ്താണ് പഠിച്ചു തീർത്തില്ല. ഒരു ഹാഫ് കൂടെ കിടപ്പുണ്ട്. ആദ്യത്തെ ഹാഫ് നോക്കി. അപ്പം ആൽക്കഹോൾ ആണെങ്കിൽ ഞാൻ 3 ദിവസം എടുത്തു. കാരണം ആദ്യത്തെ ദിവസം ഞാൻ ആൽക്കഹോൾ എന്നുള്ള ടോപ്പിക് എടുത്തു. പിറ്റേന്ന് ഞാൻ ഫീനോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ പഠിച്ച ആൽക്കഹോൾ ഒന്നുകൂടെ എഴുതി നോക്കി. എന്നിട്ട് ഫീനോൾ പഠിച്ചു. എന്നിട്ട് ഇത് രണ്ടും ഒന്നുകൂടെ എഴുതി നോക്കിയിട്ടാണ് അന്ന് കിടന്നത്. എന്നിട്ട് പിറ്റേത്തെ ദിവസം വന്നപ്പോൾ നമ്മൾ ആൽക്കഹോൾ, ഫീനോൾ, ഈതർ. അപ്പോൾ ഈതറിൻ്റെ പ്രിപ്പറേഷനൊക്കെ പഠിച്ചു. എന്നിട്ട് ഈതറിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആൽക്കഹോളിൻ്റെയും അതിൻ്റെ തലേന്ന് പഠിച്ച ആൽക്കഹോളിൻ്റെ തലേന്ന് പഠിച്ച ഫീനോളിൻ്റെ ആദ്യം എഴുതി ഫുള്ള് നോക്കി. എന്നിട്ടാണ് ഈതർ പഠിച്ചത്. എന്നിട്ട് ഈതറും ഇത് 3 കൂടെ ഞാൻ ഒന്നുകൂടെ എഴുതി നോക്കി കൺഫേം ചെയ്തിട്ട് പിറ്റേന്ന് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് ആൽക്കഹോൾ സെറ്റായത്. അതുകൂട്ട് വേണം കെമിസ്ട്രി പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കെമിസ്ട്രി മെയിനായിട്ട് എല്ലാം അതുപോലെ തന്നെ ആണെങ്കിൽ കെമിസ്ട്രി റിയാക്ഷൻസ് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ മാത്സിന് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക. ഏതൊക്കെ രീതി ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്കൊരു ധാരണയില്ല. ഈ വട്ടത്തെ നമ്മുടെ ഒരു ക്രിസ്മസ് എക്സാമോ അതുപോലെ കഴിഞ്ഞ വട്ടത്തെ +1 പബ്ലിക് എക്സാം എഴുതിയവർക്ക് അറിയാം. +1 പബ്ലിക് എക്സാം എനിക്ക് തെറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വേർഡാണ്. ബാക്കിയെല്ലാം എൻ്റെ ശരിയായിരുന്നു മാത്സ്. കാരണം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആ ഒരു tan θ = tan φ എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. അതിനകത്തിൽ ഞാൻ ഒരു പേപ്പർ എഴുതി, അത് വെട്ടി. അടുത്ത പേപ്പർ എഴുതി, അത് വെട്ടി. കാരണം നമ്മൾ ഇതുവരെ ആ ഒരു ഇതുവരെ അവർ ചെയ്തു വന്ന ഒരു പാറ്റേണേ അല്ലായിരുന്നു ആ ക്വസ്റ്റ്യൻ. അത് ടെക്സ്റ്റിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ ഡിറൈവ് ചെയ്ത് അത് വരാം എന്നൊക്കെ കണ്ടുപിടിക്കണമായിരുന്നു. അത് അവസാന നിമിഷം എൻ്റെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഡിറൈവ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ ഉദിച്ച് അവസാനം tan φ = tan θ എന്ന് പ്രൂവ് ചെയ്ത് എഴുതി. ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ B ആണ്. Aയും Bയും മാത്രമേ ഉള്ളതിന്. അതിൽ ആ ഒരു 6 മാർക്കിൻ്റെ സെക്ഷൻ മൊത്തം കുറച്ച് പണിയായിരുന്നു. അതിൻ്റെ A ആണ് എനിക്ക് തെറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫൈനൽ എക്സാമിന് വരുമെന്ന്. അത് നമുക്കിപ്പോൾ പരീക്ഷിച്ച് നോക്കാൻ ഒക്കത്തില്ല. ഈസി ആയിട്ടുള്ള പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ടഫ് വന്നു കഴിഞ്ഞാൽ പോയി, ടഫായിട്ടുള്ള പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലത്തെ വന്നാലും പോയി, അത് നോക്കാതെ പോയി കഴിഞ്ഞാൽ. അപ്പം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് വേണം. അപ്പം ഇനി NCERT ഇരുന്ന് ചെയ്ത് തീർക്കാനായിട്ട് ദിവസങ്ങളൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഇൻ്റഗ്രൽസ് പോലത്തെ ചാപ്റ്റർ ആണെങ്കിൽ ഒരു 10ഓളം എക്സസൈസ് ഉണ്ടല്ലേ അതിനകത്ത്. 10-11 എക്സസൈസ് ഉണ്ട്. അതിൽ തന്നെ 20-30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതെല്ലാം ചെയ്ത് തീർക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല. അപ്പം ആദ്യത്തെ എക്സസൈസ് ഒക്കെ വരുമ്പം ഇപ്പം 7.1, 7.2 അതൊക്കെ വരുന്ന സമയത്ത് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും. ലാസ്റ്റിലോട്ട് പോകുന്ന സമയത്താണ് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ വരുന്നത്. അവസാനം പിന്നെ ലാസ്റ്റ് ഒരു മിഷലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കൂടുതലായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിലെ എല്ലാം ഒന്നും അല്ല അത്ര. നമ്മളിപ്പം ഏറ്റവും ടഫസ്റ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷേ സിമ്പിൾ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കാതെ നമുക്ക് ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൂടുതൽ ഒരു ടോപ്പിക്കിൽ നിന്ന് 1-2 സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാനായിരിക്കും നല്ലത്. അപ്പം നമുക്ക് എക്സാം സിമ്പിളാവോ ടഫാവോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. നമുക്കിനി NCERT മൊത്തം ഇരുന്ന് ചെയ്ത് തീർക്കാനുള്ള സമയമില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് NCERTയിലെ ഇൻ്റഗ്രൽസ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു 3-4 എക്സസൈസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ചെയ്യാനുണ്ട്. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എൻ്റെ മുന്നോ ഞാൻ എത്ര ദിവസം എടുത്ത് അത് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് റെഡി ആവുന്നില്ല.
അപ്പം അതിനി ഈ 3 ദിവസം കൊണ്ട് നോക്കി തീർക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 15 ദിവസത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 ദിവസം വേണ്ടവർക്ക് 16 എടുക്കാം. ഞാൻ ഒരു തലേ ദിവസം നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമല്ലോ, പ്രത്യേകിച്ച് ഫിസിക്സാണ്, ഡെറിവേഷനൊക്കെ ഒന്ന് എഴുതി നോക്കണം, പിന്നെ അതുപോലെ തിയറിയൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം ഫുള്ള് നമുക്ക് എടുക്കണം. പിന്നെ ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞ ഉടനെ നമുക്ക് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തൊട്ടിരുന്ന് പഠിക്കാനും പറ്റത്തില്ല, രാത്രി പഠിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ട് കുറേ പഠിക്കാനുള്ള സബ്ജക്റ്റ് ആദ്യം എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മാത്സ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് എടുക്കുക. എന്നിട്ട് രാവിലെ തൊട്ട് ഏതൊക്കെ പഠിക്കുന്നു പ്ലാൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന ചെയ്യും, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന ചെയ്യും. അത് പ്രാവർത്തികമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ 10 തൊട്ട് 11 വരെ ഇന്നത് പഠിക്കും, 11 തൊട്ട് 12 വരെ ഇന്ന പഠിക്കും എന്നൊക്കെ എഴുതി വെക്കും. പക്ഷേ എനിക്ക് ചിലപ്പോൾ ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ 1.5 മണിക്കൂറൊക്കെ എടുക്കും, അല്ല 2 മണിക്കൂറൊക്കെ എടുക്കുമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ഫ്ലോപ്പായി. പിന്നെ നമുക്ക് അയ്യോ അത് പോയല്ലോ, ബാക്കി എൻ്റെ പോയല്ലോ എന്നുള്ളൊരു മൈൻഡാവും. പിന്നെ അത് പഠിക്കാൻ തോന്നത്തില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം ഇത്ര ചാപ്റ്റർ എന്ന് വെക്കും. എന്നിട്ട് ആ ദിവസം കൊണ്ട് ഇപ്പോൾ 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്റർ തീർച്ചയായും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഓവറായിട്ട് കവർ ചെയ്യാൻ നോക്കരുത്. ഇപ്പം കുറച്ച് ദിവസം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം 5-6 ചാപ്റ്റർ ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ ഡൗൺ ആവും, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരുമെന്നല്ലാതെ നമ്മൾ റോബോട്ടൊന്നുമല്ല, നമ്മൾ മനുഷ്യരാണ്. ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കവർ ചെയ്യാത്തതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര ദിവസങ്ങൾ ഉണ്ടായി നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ലാസ്റ്റ് ലാപ്പാണിത്. തലേന്നിരുന്ന് പഠിക്കാന്ന് വിചാരിച്ചാൽ +1 +2 ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഈ 15 ദിവസം എങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇനിയും ഈ ഇതിൻ്റെ പേര് മോഡൽ എക്സാം നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമോട് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം പബ്ലിക്കിൻ്റെ ഒരു മോഡലാണ് ഈ മോഡൽ എക്സാം. അപ്പം നമുക്ക് ഇതും ഒരു പ്രാക്ടീസാണ്. ഇത് വെറുതെ എഴുതാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടിൽ ഇതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ നമ്മൾ ഇത്രയും ഫുള്ള് പഠിക്കാൻ പറ്റണമെന്നില്ല. എന്നാലും ഇത് അത്യാവശ്യം നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം പഠിച്ച് മോഡൽ എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അല്ലാതെ പോയി മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ഒന്നുകൂടെ താഴോട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ പഠിച്ചു, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുക. തലേന്നിരുന്ന് മൊത്തം കൂടെ പഠിക്കാൻ നോക്കരുത്. തലേന്ന് നിങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ മാത്രം കൊടുക്കുക. പുതിയ കാര്യങ്ങളൊന്നും പരീക്ഷയുടെ തലേന്നോ ഒന്നും ഇരുന്ന് നോക്കാത്ത ഏറ്റവും നല്ലത്. പിന്നെ ഉറക്കം കളഞ്ഞിട്ട് ഒരിക്കലും പഠിക്കാൻ നിൽക്കണ്ട. കാരണം എൻ്റെ പബ്ലിക് എക്സാം അല്ലെങ്കിൽ എൻ്റെ മോഡൽ എക്സാമിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഓർമ്മ വരത്തില്ല. നമ്മൾ തലേന്ന് അല്ലെങ്കിൽ വെളുപ്പിനൊക്കെ ഇരുന്ന് പഠിച്ചായിരിക്കും. എനിക്ക് ഫിസിക്സിൻ്റെ +1 പബ്ലിക് എക്സാമിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഫിസിക്സ് എനിക്ക് തലേന്ന് മൊത്തം നോക്കി തീർക്കാൻ പറ്റില്ല. ഡെറിവേഷൻസ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. തലേന്ന് ഇരുന്ന് ഡെറിവേഷൻ എഴുതി പഠിക്കാമെന്ന് വിചാരിക്കില്ലേ. ബയോളജി ഒക്കെ ആയിരിക്കും ലാസ്റ്റിലത്തേക്ക് പഠിക്കാൻ വെക്കുന്നത് നല്ലത്. എന്ന് പറഞ്ഞാൽ ബയോളജി +1കാർക്കല്ല, +2ൻ്റെ കാര്യം. ബോട്ടണി ഒരു 5 ചാപ്റ്ററിലേ ഉള്ളൂ. അപ്പോൾ അതിലെ ഈസി ചാപ്റ്റേഴ്സൊക്കെ ലാസ്റ്റിലേക്ക് വെക്കുക, പാടുള്ളതൊക്കെ നേരത്തെ ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. ഡിഫിക്കൽട്ടായിട്ടുള്ളത് ആദ്യം തീർത്ത് വെക്കുക. കാരണം ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റർ നമ്മൾ തലേന്ന് അല്ലെങ്കിൽ ആ ഒരു രാത്രി കൊണ്ട് ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം കിട്ടിയാലേ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പരീക്ഷയുടെ അന്ന് വെളുപ്പിനെ ഒന്നും ഉറങ്ങാതെ 1 മണി 2 മണി 3 മണിക്കൊക്കെ ഇരുന്ന് ഒരു 2 മണിക്കൂറത്തേക്ക് ഉറങ്ങിയൊക്കെ നിങ്ങൾ എക്സാം ഹാളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ഷീണം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ക്ഷീണത്തോടെ പോയിരുന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ഉറക്കമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തലേന്ന് നിങ്ങൾ എത്ര പഠിച്ചോ അത്ര തന്നെ ഇരുന്നോട്ടെ, അതൊന്ന് റിവൈസ് ചെയ്യുക. മോഡൽ എക്സാം അല്ലേ, നമുക്ക് പബ്ലിക് എക്സാം കിടപ്പുണ്ടല്ലോ. മോഡൽ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം പബ്ലിക്കിന് വേണ്ടിയിട്ട് അവധി കിട്ടും സ്കൂളിൽ നിന്ന്. അപ്പം ആ 10 ദിവസം നിങ്ങൾ പഠിക്കാത്തിരുന്ന് പഠിച്ചാൽ മതി. മോഡലിന് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി എഴുതാൻ നോക്കുക. പിന്നെ എനിക്ക് ഇപ്പം 2-3 കമൻറ്റ് വന്നു, ബിന്ധ്യ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന്. നമുക്കിപ്പോൾ പബ്ലിക് എക്സാമിന് +1 വേണ്ടിയിട്ട് ഒരു പ്ലാൻ പറയാവുന്നു. +1 ഇത് അനലൈസ് ചെയ്തിട്ട് ടൈം ടേബിൾ അനലൈസ് ചെയ്തിട്ട് ഒരു പ്ലാൻ പറയാവുന്നു. ഇപ്പം മാർച്ച് 6-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജും, മാർച്ച് 15-ന് കെമിസ്ട്രി, 20-ന് ബയോളജി, 22-ന് ഫിസിക്സ്, 25-ന് മാത്സ്, 29-ന് ഇംഗ്ലീഷ്. ഇതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി ഫിസിക്സും ആണ്. കാരണം +1-ന് ബയോളജി ഒരു 19 ചാപ്റ്ററോളം ഉണ്ട്. ടോട്ടൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാത്സ് 14ഓളം ചാപ്റ്റർ ഉണ്ട്, ഫിസിക്സ് 12 ചാപ്റ്റർ ഉണ്ട്. എൻ്റെ ഒരു എസ്റ്റിമേഷനാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കെമിസ്ട്രി ഹൈഡ്രോകാർബൺ വരെ 9 എൻ്റെ ഓർമ്മ. സുവോളജി 10 ചാപ്റ്റർ, ബോട്ടണി 9 ചാപ്റ്റർ. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു 54 ചാപ്റ്ററാണ് വരുന്നത്. ഞങ്ങൾക്കൊരു 50 ചാപ്റ്റർ വരും +2-ന്. നമുക്കിപ്പം പബ്ലിക് എക്സാം നിങ്ങളെക്കാട്ടിൽ കുറച്ചുകൂടെ ടൈറ്റാണ്, അടുത്തടുത്തുള്ള ദിവസങ്ങളാണ്. ഈ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എല്ലാം കൂടെ നമുക്ക് ഇച്ചിരി പാടാണ്. അപ്പം നിങ്ങൾക്കാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ളത് +1-ന്.
അപ്പം മാക്സിമം മാർക്ക് +1 മേടിക്കാൻ നോക്കുക. കാരണം +2 വരുമ്പോൾ ഡബിൾ വാല്യുവേഷൻ ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്ക് ഭയങ്കര സ്ട്രെസ് കൂടുതലാണ്. മാത്രമല്ല പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. നിങ്ങൾ ആ ഒരു ഇത് കണ്ടല്ലോ, എന്താ ടൈം ടേബിൾ കണ്ടല്ലോ പബ്ലിക് എക്സാമിൻ്റെ. ഇപ്പോൾ +1 നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ട്. ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഒരു 5-6 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആകെപ്പാട് ഇച്ചിരി ഗ്യാപ്പ് കുറവ് വരുന്നത് ഫിസിക്സിനും മാത്സിനും മാത്രമേ ഉള്ളൂ. അത് നേരത്തെ പരിഹരിക്കുക എന്നുള്ളതേ ഉള്ളൂ. മോഡൽ എക്സാമിന് കഴിഞ്ഞിട്ടുള്ള 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മോഡൽ എക്സാമിന് മുമ്പുള്ള 10 ദിവസം കൊണ്ടോ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി ഒന്നും വലിയ പാടൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് ഈ വട്ടം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാനായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്ററും ഹൈഡ്രോ കാർബൺ മാത്രമേ ഉള്ളൂ. അതിലെ വലിയ പാടൊന്നുമില്ല പഠിക്കാൻ. അതിലെ നെയിമുള്ള റിയാക്ഷൻസ് ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പക്ഷേ +2 വരുമ്പോൾ അതല്ല കാര്യം. ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് ബേസ് ചെയ്ത് തന്നെ നമുക്കൊരു 3-4 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് ചെറിയ ചാപ്റ്റർ ഒന്നും അല്ല കാര്യം. അപ്പോൾ +1 ഈ +1 പോട്ടെ +2 നല്ല മാർക്ക് മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ +1 കൂടുതൽ മാർക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഡബിൾ ഇവാലുവേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ മാർക്ക് മാക്സിമം എഴുതി +1 മേടിക്കാൻ ശ്രമിക്കാം. ഈ ടൈം ടേബിൾ നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയില്ല, കൂടുതൽ ഫിസിക്സിനും മാത്സിനും ശ്രദ്ധ കൊടുക്കുക. ഇംഗ്ലീഷിനൊക്കെ 4 ദിവസമുണ്ട്. ഇംഗ്ലീഷിന് പഠിക്കാൻ ടെക്സ്റ്റ് വായിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് ടെക്സ്റ്റ് വായിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് ടെക്സ്റ്റിലെ മുക്ക് മൂല അരിച്ചു ഓർക്കുക. എന്നിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതാനെക്കാട്ടി കൂടുതലും ടെക്സ്റ്റിലുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്ത് വേണം എസ്സേ ഒക്കെ എഴുതുമ്പോൾ എഴുതാൻ. അല്ലാതെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ അടിക്കുന്നതുകൊണ്ട് വലിയ ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് 7 ദിവസമുണ്ട്, ബയോളജിക്ക് 5 ദിവസമുണ്ട്, ഫിസിക്സിനാണ് 2 ദിവസമുള്ളത്, മാത്സിന് 3 ദിവസം. അപ്പോൾ ഫിസിക്സും മാത്സും കൂടുതൽ നോക്കുക കേട്ടോ. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പ്രാക്ടിക്കൽ? എനിക്ക് മാത്സും ബോട്ടണിയും ഉണ്ട്. മാത്സ് എനിക്കിനി 3-ാം തീയതി, ബോട്ടണി 4ആണെന്ന് തോന്നുന്നു. ഞാൻ ആ ഡേറ്റ് ഇതുവരെ നോക്കിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.